ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യ യൂണിവേഴ്സിറ്റിയുടെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ എസ്എ ക്വസ്റ്റ്യൻ നമ്പർ 25. വാട്ട് ആർ ദ മേജർ ചാലഞ്ചസ് ഓർ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം? ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒത്തിരി വെല്ലുവിളികളുണ്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ. അഴിമതി, അതുപോലെ തന്നെ ജാതി രാഷ്ട്രീയം, അതുപോലെ തന്നെ വർഗീയവാദം, അതുപോലെ തന്നെ ഇലക്ഷനുകളിൽ പണത്തിൻ്റെ മണി പവർ ഉപയോഗപ്പെടുത്തുക, അതുപോലെ തന്നെ ക്രിമിനലൈസേഷൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പാരൻസി എന്നിവയൊക്കെ കുറഞ്ഞു വന്നിരിക്കുന്നു എന്ന ഒരു കാര്യം ഭരണത്തിൽ അധികാരത്തിൽ അഴിമതി വരുന്നു. അതുപോലെ തന്നെ പോളറൈസേഷൻ വന്നിരിക്കുന്നു, ധ്രുവീകരണം വന്നിരിക്കുന്നു, അതുപോലെ തന്നെ ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് വന്നിരിക്കുന്നു. ചില പ്രത്യേക കുടുംബങ്ങൾ അമിതാധിപത്യം പുലർത്തുന്ന സംവിധാനങ്ങൾ, അല്ലെങ്കിൽ പുതിയ ലീഡേഴ്സിന് അവസരങ്ങൾ കുറയുന്നു. അങ്ങനെ അതാണ് ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ്. ദെൻ ഇലക്ട്രൽ റിഫോംസ്, അതായത് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി അതുപോലെ തന്നെ ഇതൊക്കെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ഒരു വലിയ വെല്ലുവിളികൾ തന്നെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക എന്നുള്ളത്, നാഷണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, ഇന്റേണൽ ത്രെട്ട്, ആഭ്യന്തര ഭീഷണികളെ, ടെററിസം പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചേർത്താണ് നമ്മുടെ എസ്സെ വരേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം, despite its robustness and resilience, faces numerous challenges that impact its effectiveness and legitimacy. ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനം ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ആരോഗ്യമുള്ള അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ പരിപ്രേക്ഷ്യമുള്ളതെന്നാണ്. പക്ഷേ ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഫലപ്രാപ്തി കുറയുന്നുണ്ടോ, അതിൻ്റെ ലെജിറ്റിമസി, അതിൻ്റെ ആധികാരികത, നിയമാനുസൃതത്വം ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന ചോദ്യം. ദീസ് ചാലഞ്ചസ് റേഞ്ച് ഫ്രം സ്ട്രക്ചറൽ ഇഷ്യൂസ് ടു ഓപ്പറേഷണൽ ഇൻഎഫിഷ്യൻസീസ്. ഘടനാപരമായ പ്രശ്നങ്ങൾ മുതൽ അതിൻ്റെ പ്രവർത്തനപരമായ കാര്യക്ഷമത കുറവ് വരെയും ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം നേരിടുന്ന വെല്ലുവിളികളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭരണ സംവിധാനത്തെ, ഗവർണൻസിനെ ബാധിക്കുന്നുണ്ട്. പൗരന്മാരുടെ വിശ്വാസത്തെ, ഗവൺമെന്റുകളിലും സർക്കാരിലുമുള്ള വിശ്വാസത്തെ ബാധിക്കുന്നുണ്ട്. ഓരോന്നോരോന്ന് ചർച്ച ചെയ്യാം. ഒന്ന് അഴിമതിയാണ് മേജർ ചലഞ്ച് ആയിട്ട് പറയുന്നത്. കറപ്ഷൻ ഈസ് പെർവേസീവ് ഇഷ്യൂ. എല്ലാത്തിനും ഉപരിയായി മുകളിൽ എല്ലാ മേഖലകളിലും സർവ്വവ്യാപിയായി നിൽക്കുന്നു, പെർവേസീവായി നിൽക്കുന്നു അഴിമതി. അണ്ടർമൈനിങ് ട്രസ്റ്റ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലൊന്നും തന്നെയും ജനവിശ്വാസമില്ലാതായി തീർന്നിരിക്കുന്നു. ആൻഡ് അഫക്റ്റിംഗ് പബ്ലിക് സർവീസ് ഡെലിവറി. അതുകൊണ്ട് തന്നെ പൊതുജന സേവനം നൽകുന്നതിൽ അത് ദോഷകരമായി തന്നെ ഭവിച്ചിരിക്കുന്നു. ദെൻ കാസ്റ്റേയിസം ആൻഡ് കമ്മ്യൂണലിസം ആണ്. എന്താണ് കാസ്റ്റേയിസം ആൻഡ് കമ്മ്യൂണലിസം? കാസ്റ്റ് ആൻഡ് കമ്മ്യൂണൽ ഡിവിഷൻസ് ഓഫൺ ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സ്. ജാതി, വർഗീയമായ വേർതിരിവുകളൊക്കെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നുണ്ട്. ലീഡിങ് ടു സോഷ്യൽ ടെൻഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. സാമൂഹ്യ സമ്മർദ്ദങ്ങളെയും സംഘർഷങ്ങളെയും ഒക്കെ ഇത് നയിക്കുന്നുണ്ട്. മണി പവർ ഇൻ എലക്ഷൻസ്. എലക്ഷനുകളിലെ പണത്തിൻ്റെ ദുരുപയോഗമോ അല്ലെങ്കിൽ അമിതാധിപത്യമോ. ദ റോൾ ഓഫ് മണി ഇൻ എലക്ഷൻസ് ക്യാൻ ലീഡ് ടു കറപ്ഷൻ. എലക്ഷനുകളിലെ പണം അമിതമായി ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അഴിമതി സംഭവിക്കുന്നു, ക്രിമിനലൈസേഷൻ സംഭവിക്കുന്നു രാഷ്ട്രീയത്തിൽ. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് തുല്യ അവസരം ലഭ്യമാകാതെ പോകുന്നു എന്നർത്ഥം. ഒപ്പം തന്നെ ക്രിമിനലൈസേഷൻ ഓഫ് പോളിറ്റിക്സ്. രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണമാണ്. ദ പ്രസൻസ് ഓഫ് ക്രിമിനൽ എലമെന്റ്സ് ഇൻ പോളിറ്റിക്സ് കോംപ്രമൈസ് ഗവർണൻസ്. പൊളിറ്റിക്സിലെ ക്രിമിനൽ എലമെന്റ്സിനെ തീർച്ചയായിട്ടും ഉണ്ട് സാന്നിധ്യത്തെ ഭരണത്തിൽ അത് കോംപ്രമൈസ് ചെയ്യാൻ കാരണമാകുന്നു. ലോ എൻഫോഴ്സ്മെന്റിന് കോംപ്രമൈസ് ചെയ്യാൻ കാരണമാകുന്നു. പബ്ലിക് സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. രാഷ്ട്രീയക്കാർ തന്നെ ക്രിമിനലുകൾ ആയിത്തീരുന്ന അവസ്ഥ. അതായത് ക്രിമിനലുകൾ ഇലക്ഷനിലൂടെ ജയിച്ച് രാഷ്ട്രീയക്കാരായി അധികാരവും കൂടി കൈയാളുമ്പോൾ സ്വാഭാവികമായും പൊതുജന സേഫ്റ്റി ഇല്ലാതാകും. നിയമം നടപ്പിലാക്കുന്നതിൽ പോലീസ് സേനയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഭരണത്തിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടിയും വരും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. ഇൻസഫിഷ്യൻറ്റ് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഗവർണൻസ് ക്യാൻ ലീഡ് ടു
അബ്യൂസ് ഓഫ് പവർ, സുതാര്യത കുറയുമ്പോൾ, കണക്ക് ബോധിപ്പിക്കാനുള്ള ചുമതലാബോധവും കുറയുമ്പോൾ ഭരണത്തിൽ തീർച്ചയായിട്ടും അധികാര ദുർവിനിയോഗം നടക്കും, കറപ്ഷൻ അഥവാ അഴിമതി നടക്കും. ഇതാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ട്രാൻസ്പാരൻസി ഇല്ലായ്മയും അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മയും. ദെൻ പോളറൈസേഷൻ ആൻഡ് പാർട്ടിസാൻഷിപ്പ്. ഇൻക്രീസിംഗ് പോളറൈസേഷൻ ആൻഡ് പാർട്ടിസാൻഷിപ്പ് ക്യാൻ ഹിൻഡർ ഇഫക്റ്റീവ് ഗവർണൻസ്. ധ്രുവീകരണം, പല കാരണങ്ങളാലുള്ള ധ്രുവീകരണം അത് തീവ്രതരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് കൺസെൻസസ് ബിൽഡിംഗ്, സമവായം ഉണ്ടാക്കൽ, നാഷണൽ യൂണിറ്റി, ഇതിനൊക്കെ തീർച്ചയായിട്ടും ഇത് തടസ്സപ്പെടുത്തും എന്ന് പറയുകയാണ്. ദെൻ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ്. എന്താണ് ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ്? ദ ഡോമിനൻസ് ഓഫ് സർട്ടൻ ഫാമിലീസ് ഇൻ പൊളിറ്റിക്സ് ക്യാൻ ലിമിറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ന്യൂ ലീഡേഴ്സ് ആൻഡ് ഐഡിയാസ്. ചില രാഷ്ട്രീയ കുടുംബങ്ങൾ തന്നെ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുമ്പോൾ പുതിയ നേതാക്കന്മാർക്കും പുതിയ ആശയങ്ങൾക്കും കടന്നു വരുവാനുള്ള സാധ്യത മങ്ങുന്നു എന്നുള്ളത്. ഇലക്ട്രൽ റിഫോംസ്, തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളാണ് മറ്റൊന്ന്. ദ നീഡ് ഫോർ ഇലക്ട്രൽ റിഫോംസ് ടു എൻഷുർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഈസ് ആൻ ഓൺഗോയിങ് ചാലഞ്ച്. കാലഘട്ടത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക, അങ്ങനെ സ്വതന്ത്രവും നീതിനിഷ്ഠവുമായ തെരഞ്ഞെടുപ്പ് വരുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി മാറിയിരിക്കുന്നു. ബാലൻസിങ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യ നീതിയും അതുപോലെ തന്നെ വികസനവും രണ്ടും ബാലൻസ് ചെയ്യുക എന്നുള്ളത്. സ്ട്രൈക്കിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സാമ്പത്തിക വികസനവും സാമൂഹ്യ നീതിയും തമ്മിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. റിമെയിൻസ് എ സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ച്. ഒരു ഗണ്യമായ വെല്ലുവിളിയായി ഇത് മാറിയിരിക്കുന്നു. നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇന്റേണൽ ത്രെറ്റ്സ്. ദേശീയ സുരക്ഷിതത്വവും ആഭ്യന്തര വെല്ലുവിളികളും മറ്റൊരു കാര്യം. അഡ്രസ്സിംഗ് ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് സച്ച് ആസ് ടെററിസം ആൻഡ് ഇൻസർജൻസി, ഭീകരവാദം, അതുപോലെ നുഴഞ്ഞുകയറ്റം പോലുള്ള കാര്യങ്ങൾ. ഇൻഫിൽട്രേഷൻ വൈൽ മെയിൻറ്റെയിനിങ് ഡെമോക്രാറ്റിക് വാല്യൂസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോഴൊക്കെ ജനാധിപത്യ മൂല്യങ്ങൾ അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളൊക്കെ നിലനിർത്തുകയും വേണം. ചുരുക്കി പറഞ്ഞ കൺക്ലൂഷൻ, ദ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം faces numerous challenges that require sustained efforts to strengthen democratic institutions. ജനാധിപത്യ സ്ഥാപനങ്ങളെ നിരന്തരമായി ബലപ്പെടുത്തേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. പ്രൊമോട്ട് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. സുതാര്യതയും കണക്ക് ബോധിപ്പിക്കാനുള്ള ചുമതലാബോധവും ഒക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എൻഷുർ ഇൻക്ലൂസീവ് ഗവർണൻസ്. എല്ലാ വിഭാഗത്തെയും ഉൾക്കൊണ്ടുള്ള ഭരണ സംവിധാനം അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അഡ്രസ്സിംഗ് ദീസ് ചാലഞ്ചസ് ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് പബ്ലിക് ട്രസ്റ്റ്. ഈ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുക എന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്, ക്രൂഷ്യലാണ്. കാരണം പൊതുജനങ്ങൾക്ക് സർക്കാരിലും രാഷ്ട്രത്തിലും ഉള്ള വിശ്വാസം നഷ്ടപ്പെടാതെ നിലനിർത്താൻ വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൊമോട്ടിംഗ് നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ. ആൻഡ് എൻഷറിംഗ് ദ ലോങ് ടേം സ്റ്റെബിലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിന്റെ ദീർഘകാലത്തെ സ്ഥിരതയ്ക്കും അഭിവൃദ്ധിക്കും ഇത് ഉപകാരപ്രദമാവുക. ബൈ അക്നോളജിങ് ആൻഡ് വർക്കിംഗ് ടു ഓവർകം ദീസ് ഇഷ്യൂസ്. ഈ വസ്തുതകളെ തിരിച്ചറിയുക, അതിജീവിക്കാൻ വേണ്ടി പണിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ക്യാൻ ഫർദർ കൺസോളിഡേറ്റ് ഇറ്റ്സ് ഡെമോക്രസി ആൻഡ് അച്ചീവ് ഇറ്റ്സ് ഡെവലപ്മെന്റ് ഗോൾസ്. ഇന്ത്യക്ക് അതിന്റെ ജനാധിപത്യത്തെ ഒതുകൂടി ചേർത്തു പിടിക്കുവാൻ കഴിയും, ഒപ്പം തന്നെ അതിന്റെ വികസന ലക്ഷ്യങ്ങൾ നേടാനും കഴിയും. ഇതാണ് 25ാമത്തെ എസ്സേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അത് കൂടാതെ 24ാമത്തെ എസ്സേ നോക്കാം. അത് മറ്റൊന്നുമല്ല, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പാർലമെന്ററി സിസ്റ്റം. പാർലമെന്ററി സിസ്റ്റത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ദ പാർലമെന്ററി സിസ്റ്റം ഇൻ ഇന്ത്യ ഹാസ് സെവറൽ കീ ഫീച്ചേഴ്സ്. ഒരുപാട് പ്രധാന സവിശേഷതകളുണ്ട്. അക്കൗണ്ടബിലിറ്റി ടു ദ ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭയോട് ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം കണക്ക് ബോധിപ്പിക്കാൻ ചുമതലയുള്ളതാണ്. പാർലമെന്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ദ ഗവൺമെന്റ് ഈസ് അക്കൗണ്ടബിൾ ടു ദ ലോക്സഭ. ലോക്സഭയിൽ ചോദ്യം ചോദിക്കുക ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്നാ പറയുക, പോപ്പുലർ ഹൗസ് എന്നാ പറയുക. അതേസമയം രാജ്യസഭയാവട്ടെ സംസ്ഥാനങ്ങളുടെ സഭയാണ്, ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ അവിടെ ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഒരു കണക്ക് ബോധിപ്പിക്കേണ്ട ചുമതലാബോധം ഉണ്ട് എന്നുള്ളതാണ് പറയുക. 2, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അധികാരങ്ങൾ ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേറ്റീവിന്റെയും ഒക്കെ പരസ്പരം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. There is a separation of powers between legislative, executive and judicial branches which a check and balance. അത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രശ്നങ്ങളെ, അധികാര ദുർവിനിയോഗത്തെയും അത്തരം അപ്രമാദിത്വ സ്വഭാവങ്ങളെയും ഒക്കെ പരിശോധിക്കുകയും തുലനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടായ ഉത്തരവാദിത്തമാണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ ഫോർ ഇറ്റ്സ് ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്. ദെൻ ലീഡർഷിപ്പ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സർക്കാർ മുന്നോട്ട് പോവുക. പ്രൈം മിനിസ്റ്റർ ഈസ് എ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ഓർ കോയലേഷൻ ഇൻ ദ ലോക്സഭ. പ്രധാന കക്ഷിയുടെയോ കൂട്ടുകക്ഷിയുടെയോ നേതാവുമാണ് പ്രധാനമന്ത്രി എപ്പോഴും. ക്യാബിനറ്റ് സിസ്റ്റം.
The cabinet is composed of ministers who are responsible for different portfolios. പല പോർട്ട്ഫോളിയോകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒത്തിരി മന്ത്രിമാരുണ്ട്. അവരുടെ അടങ്ങുന്ന ക്യാബിനറ്റ് ഉത്തരവാദിത്തപ്പെട്ടതാണ്. ആൻഡ് വർക്ക് ടുഗദർ ടു മേക്ക് ഡിസിഷൻ. തീരുമാനമെടുക്കുന്നതിന് ഒരുമിച്ച് പണിയെടുക്കുന്നു. ലെജിസ്ലേറ്റീവ് ഓവർസൈറ്റ്, നിയമനിർമ്മാണപരമായിട്ടുള്ള ഒരു ദീർഘവീക്ഷണം. ദ ലോക്സഭ ഹാസ് ദ പവർ ടു സ്ക്രൂട്ടനൈസ് ആൻഡ് ഓവർസീ ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്. അതായത് ഒരു നിയമം നടപ്പിലാക്കുക, ലോ എക്സിക്യൂട്ട് ചെയ്യുക എന്ന ബ്രാഞ്ച് വാസ്തവത്തിൽ ലോക്സഭയുടെ അതിന് സൂക്ഷ്മ പരിശോധന നടത്തുക എന്ന ചുമതലയും കൂടി ലോക്സഭയ്ക്കുണ്ട്. അതുകൊണ്ട് ഒരു ലെജിസ്ലേറ്റീവ് ഓവർസൈറ്റ് അവിടെയുണ്ട്. എൻഷുറിങ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി, കണക്ക് ബോധിപ്പിക്കാനുള്ള ചുമതലയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നു. അങ്ങനെ നോ ഫിക്സഡ് ടേം, ഒരു പ്രത്യേക കാലാവധിയില്ല. ഗവൺമെന്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ആൻഡ് ന്യൂ ഇലക്ഷൻസ് ഹെൽഡ് ഇഫ് ഇറ്റ് ലൂസസ് ദ കോൺഫിഡൻസ് ഓഫ് ദ ലോക്സഭ. ലോക്സഭയുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണെങ്കിൽ സർക്കാർ പിരിച്ചുവിട്ടതിന് ശേഷം വീണ്ടും വിശ്വാസ വോട്ട് കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ അവിശ്വാസ വോട്ട് രേഖപ്പെടുത്തി ഗവൺമെന്റ് നഷ്ടമാവുന്നുവെങ്കിൽ വീണ്ടും പുതിയ ഇലക്ഷനിലൂടെ ഗവൺമെന്റിന് തിരികെ വരാവുന്നതാണ്. ബൈക്കാമറൽ ലെജിസ്ലേച്ചർ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യക്കുള്ളത്. അതായത് ലോക്സഭയും രാജ്യസഭയും. India has the bicameral legislature consisting of Lok Sabha and Rajya Sabha. Council of State ആണ് രാജ്യസഭ. റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് ആണ്. മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ് ആർ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് എംപിമാര്, പാർലമെന്റ് എംപിമാര്, ലോക്സഭ എംപിമാര്. ഇൻട്രസ്റ്റഡ് വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മേക്കിംഗ് ലോസ്, നിയമങ്ങൾ ഉണ്ടാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു, അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആൻഡ് ഹോൾഡിംഗ് ദ ഗവൺമെന്റ് അക്കൗണ്ടബിൾ, അങ്ങനെ ഗവൺമെന്റിനെ കണക്ക് ബോധിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നു. മെജോറിറ്റി പാർട്ടി റൂളാണ് നടക്കുന്നത്. ദ പാർട്ടി ഓർ കോയലിഷൻ വിത്ത് എ മെജോറിറ്റി ഇൻ ദ ലോക്സഭ ഫോംസ് ദ ഗവൺമെന്റ്. അങ്ങനെ അതായത് ഭൂരിപക്ഷമുള്ള പാർട്ടി അല്ലെങ്കിൽ കൂട്ടുകക്ഷി അവരാണ് ഗവൺമെന്റ് ഉണ്ടാക്കുക. എൻഷുറിംഗ് സ്റ്റെബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഗവൺമെന്റിന് സ്ഥിരതയും കണക്ക് ബോധിപ്പിക്കാനുള്ള ചുമതലാബോധവും അങ്ങനെ സൃഷ്ടിക്കുന്നു. ദീസ് ഫീച്ചേഴ്സ് പ്രൊമോട്ട് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പാരൻസി ആൻഡ് റെസ്പോൺസിബിൾ ഗവർണൻസ്. ഈ സവിശേഷതകൾ കണക്ക് ബോധിപ്പിക്കാനുള്ള ചുമതലാബോധം, അതുപോലെ ട്രാൻസ്പാരൻസി, അതുപോലെ തന്നെ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഒരു കോർണർ സ്റ്റോൺ ആയിട്ട് ഇന്ത്യൻ ജനാധിപത്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നക്സലിസം നോക്കിയായിരുന്നു, ലെഫ്റ്റ് വിങ് ടെററിസം അഥവാ മാവോയിസ്റ്റ്. 12ാമത്തെ ചോദ്യം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. These groups often resort to violence and aim to overthrow the government through armed struggle. സായുധ സമരത്തിലൂടെ ഗവൺമെന്റിനെ താഴെ ഇറക്കാനും അങ്ങനെ അതിന് അക്രമം ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു? ഇത്തരത്തിലുള്ള നക്സലിസം പോലുള്ള ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം പോലുള്ള കാര്യങ്ങൾ, സോഷ്യോ ഇക്കണോമിക് ഇനീക്വാലിറ്റി, സമൂഹത്തിലുള്ള സാമ്പത്തിക അസമത്വങ്ങൾ, സാമൂഹ്യ അസമത്വങ്ങൾ ഇതിന് കാരണമാകാറുണ്ട്. പോവർട്ടി ആൻഡ് ലാക്ക് ഓഫ് ഡെവലപ്മെന്റ്, ദാരിദ്ര്യവും വികസനമില്ലായ്മയും, ചില പ്രദേശങ്ങൾക്ക് തീരെ വികസനം കുറഞ്ഞു പോകുന്ന അവസ്ഥ, അതും ഇതിന് കാരണമാകാറുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് മാർജിനലൈസേഷൻ ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഗോത്രവർഗ്ഗങ്ങളുടെ ചൂഷണവും പാർശ്വവൽക്കരണവും, ലാൻഡ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ തന്നെ 11ാമത്തെ ചോദ്യം നമ്മൾ നോക്കിയാൽ എന്താണ്, അതൊരു പ്രത്യേകതരം ലോക്പാൽ എന്ന ചോദ്യമാണ്. എന്താണ് ലോക്പാൽ? ലോക്പാൽ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഓംബുഡ്സ്മാൻ സമിതിയാണ്. 1963 LM സിംഗ്വി എന്ന ഇന്ത്യൻ നിയമ പണ്ഡിതനാണ് ഇങ്ങനെ ഒരു ആശയം പ്രചരിപ്പിച്ചതും അതിനുവേണ്ടി നിർദ്ദേശിച്ചതും. ഹി സജസ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് എ ലോക്പാൽ. ഒരു ലോക്പാൽ അല്ലെങ്കിൽ ഓംബുഡ്സ്മാൻ എന്ന കോൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിച്ചത് LM സിംഗ്വി ആണ്. അദ്ദേഹം ഒരു നിയമ പണ്ഡിതനാണ്. ടു അഡ്രസ് സിറ്റിസൺസ് ഗ്രീവൻസസ് അഗേൻസ്റ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സാധാരണ പൗരന്മാർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അത്തരം പരാതികൾ നേരിട്ട് കേൾക്കുന്ന ഒരു സമിതിയായിട്ട് ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ലോക്പാൽ അറിയപ്പെടുന്നത്. ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഗവർണൻസ്, ഭരണത്തിലെ സുതാര്യതയും മറ്റും ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം. അതായത് 73rd and 74th അമെൻമെന്റ് എന്ന് പറയുന്നത്. അതായത് 73rd അമെൻമെന്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് അമെൻമെന്റും 74th മുനിസിപ്പാലിറ്റി അമെൻമെന്റുമാണ്. ഈ അമെൻമെന്റുകൾ എന്താണ് ലക്ഷ്യമിടുന്നത്? അധികാരം വികേന്ദ്രീകരിക്കുക, ഡീസെൻട്രലൈസ് പവർ, പ്രൊമോട്ട് ലോക്കൽ സെൽഫ് ഗവർണൻസ്, പ്രാദേശിക സ്വയംഭരണത്തെ പ്രോത്സാഹിപ്പിക്കുക, ലോക്കൽ ബോഡീസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക, അതായത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് എന്നിവയൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുക. ഇതാണ് 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. നഗർ പഞ്ചായത്ത് എന്താണ്? നഗർ പഞ്ചായത്ത് ഈസ് എ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി ഫോർ അർബൻ ഏരിയാസ്. വില്ലേജ് പഞ്ചായത്ത് എന്താണ്? അത് റൂറൽ ഏരിയാസിന് വേണ്ടിയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയാണ്. ഇനി അതുപോലെ തന്നെ 5ാമത്തെ ബൈക്കാമറൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ദ്വിമണ്ഡല സഭയാണ്. അതായത് രാജ്യസഭയും ലോക്സഭയും എന്ന് പറയുന്ന 2 മണ്ഡലങ്ങളാണ് നിയമനിർമ്മാണത്തിന് നമുക്കിവിടെ ഉള്ളത്.
ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സോഷ്യലിസം, സെക്യുലറിസം, നാഷണൽ യൂണിറ്റി, ഡെമോക്രാറ്റിക് വാല്യൂസ്. ഇതാണ് ജസ്റ്റിസും ഈക്വാലിറ്റി, ലിബർട്ടി, പൗരന്മാരുടെ ലിബർട്ടി ഉറപ്പുവരുത്തുന്നു.